തിരുവനന്തപുരം മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖത്തെ സമഗ്ര വികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ട അതിഥിയാകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 177 കോടി രൂപ ചെലവഴിച്ചാണ് തുറമുഖം ഗ്രീൻ ആൻഡ് ബ്ലൂ പോർട്ട് നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. വിവരങ്ങളുമായി അനന്തു ചേരുന്നുണ്ട്. അനന്തു, ഇപ്പോൾ ഗ്രീൻ ആൻഡ് ബ്ലൂ പോർട്ട് നിലവാരത്തിലേക്ക് മാറുകയാണ് മുതലപ്പൊഴി ഹാർബർ. എന്തൊക്കെയാണ് ഈ ഒരു നിലവാരത്തിലേക്ക് മാറുമ്പോൾ അവിടെയുള്ള ഒരു വികസനത്തിന്റെ ഒരു വ്യക്തമാക്കാവുന്നത് എങ്ങനെയാണ്? സൈമ, വളരെ കാലമായി തിരുവനന്തപുരത്ത് മുതലപ്പൊഴിയിൽ നമ്മൾ കേട്ടുവരുന്ന വാർത്തയാണ് ഈ മത്സ്യബന്ധന തൊഴിലാളികൾ മീൻ പിടിക്കാനായി കടലിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾ, അപകടങ്ങൾ, ഒരുപാട് മരണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മുതലപ്പൊഴി മരണപ്പൊഴിയായി മാറുന്ന കാഴ്ച പലപ്പോഴും കണ്ടിരുന്നു. പിന്നീട് പല സമയങ്ങളിലും ഈ മഴക്കാലം എത്തുമ്പോൾ ഈ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മുതലപ്പൊഴി ഹാർബർ മണൽ കൊണ്ട് മൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കാലങ്ങളായി അനുഭവിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് മുതലപ്പൊഴിയിലുള്ളത്. ഇതിനെല്ലാം ഒരു സമഗ്ര മാറ്റം വരുത്തുവാൻ വേണ്ടി, തൊഴിലാളികളുടെ ജീവന് കൂടുതൽ സംരക്ഷണം നൽകാൻ വേണ്ടി, അതോടൊപ്പം തന്നെ മത്സ്യബന്ധന മേഖലയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് സമഗ്രമായ ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 177 കോടി രൂപ, സൈമ സൂചിപ്പിച്ചതുപോലെ തന്നെ 177 കോടി രൂപ ചെലവഴിച്ച് മത്സ്യബന്ധന തുറമുഖവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുകയാണ് ഇവിടെ മുതലപ്പൊഴിയിൽ. അതിനുള്ള പ്രാരംഭഘട്ടം, അതിന്റെ ഒരു നിർമ്മാണോദ്ഘാടനമാണ് അല്പസമയത്തിനകം 4 മണിക്കാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ വേദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ മുതലപ്പൊഴിക്ക് സമീപമുള്ള കടൽക്കരയിലാണ് ഈ വേദി സജ്ജീകരിച്ചിരിക്കുന്നത്. സൈമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രീൻ ആൻഡ് ബ്ലൂ പോർട്ട് ആക്കുന്നതിന് വേണ്ടിയാണ് 177 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ തെക്കേ പുലിമുട്ടിന്റെ നീളം ഏകദേശം 420 മീറ്ററോളം വർദ്ധിപ്പിക്കുന്ന ഒരു പണി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുലിമുട്ടുകളുടെ അറ്റകുറ്റപ്പണികളും ഡ്രഡ്ജിങ്ങും, ഈ പെരുമാതുറ താഴമ്പള്ളി ഭാഗങ്ങളിൽ വാർഫടക്കം നിർമ്മിക്കുന്ന ഒരു പദ്ധതിയും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലുള്ള ഹാർബറിലെ ലേല ഹാളിന്റെ നീളം കൂട്ടുന്നുണ്ട്. കടമുറികളും കയറ്റിറക്ക് മേഖലയും പാർക്കിംഗ് ഏരിയയും ശൗചാലയ സമുച്ചയം അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. വിശ്രമമുറികളും ലോഡിംഗ് ഏരിയ, റോഡ് എന്നിവയെല്ലാം വളരെയധികം വിപുലീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് എല്ലായിടത്തും വൈദ്യുതീകരണവും ജലവിതരണം തുടങ്ങിയ സൗകര്യങ്ങളും ഏർപ്പെടുന്നുണ്ട്. അതിനായി ഈ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള കമ്പനി പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ ഈ മണൽ മൂടിയ സമയത്തെല്ലാം തന്നെ ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഔദ്യോഗികമായ ഒരു നിർമ്മാണ ഉദ്ഘാടനമാണ് നിലവിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നത്. മന്ത്രി സജി ചെറിയാനാണ് അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 177 കോടി രൂപ, അതിൽ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് വിനിയോഗിക്കുന്നത്. അങ്ങനെ 177 കോടി രൂപയുടെ ഒരു സമഗ്ര പദ്ധതിയാണ് മുതലപ്പൊഴിയിൽ നടക്കാനായി ഒരുങ്ങുന്നത്. കൂടുതൽ സുരക്ഷിതമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനും അതോടൊപ്പം തന്നെ മത്സ്യബന്ധന മേഖലയെ കൂടുതൽ ശാക്തീകരിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സൈമ, ശരിയാണ്.